ഹലോ. എടാ സൗണ്ട് ഓണാക്കില്ലേ? ഇല്ല, ഇനി ഓണാക്കിട്ടേന്. അടിപൊളി. നേരത്തെ പറയണ്ടേ? ഓ, ഞാൻ മൊബൈലിലാണ് ഓണാക്കിണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ സാർ. ഞാൻ വെറുതെ കുറെ എന്തെല്ലോ പറഞ്ഞല്ലേ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, സോ സ്ട്രെയിൻ. Okay, so നമ്മൾ ഇവിടെ വരെ എത്തിയത് strain is equal to this one. Okay, epsilon xx is equal to epsilon xx is equal to dou u by dou x. Okay, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സിമിലർലി എപ്സിലോൺ വൈ വൈ എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരും. നിങ്ങൾ എയർ വാക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഡോ വി ബൈ ഡോ എക്സ് എന്നൊക്കെ ഉള്ളത് തെറ്റാണ്. ഡോ വി ഡോ എപ്സിലോൺ വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് വി ആണ് അല്ലെ. സോ വി വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിമിലർലി ഗാമ എക്സ് വൈന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഗാമ എക്സ് വൈ ഡോ യു ബൈ ഡോ യുവിന് യു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. പക്ഷെ ഷിയർ സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ഡോ യു ബൈ ഡോ വൈ ആണ്, വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആണ്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. You can expand this one and you will get a form. Okay, now you can let us represent this strain in the form of a matrix. Okay, so നമുക്ക് നോക്കാം എങ്ങനെ വരാന്നുള്ളത്. ഓക്കെ, സോ സ്ട്രെയിൻ മാട്രിക്സ് ഞാൻ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഞാൻ നോക്കിയിരുന്നോ? അങ്ങനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് ആക്കിയത് എങ്ങനെ വരുന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ടോ? u1 u2 സി ആദ്യത്തെ ഒരു ടേം എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ ഗാമ എക്സ് വൈ വരും. ആൻഡ് ലാസ്റ്റത്തെ ടേം u1 u2 u3 u1 v1 u2 v2 u3 v3 എന്നുള്ള ടേം വരും. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സും കൂടെ ആകണം. ഓക്കെ, എന്ത് വരും ഒന്ന് നോക്കിയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ വരും നമുക്ക്. 2 മിനിറ്റ് എടുക്കും. നമുക്കൊരു മെട്രിക്സ് ഫോർമുലേഷൻ എങ്ങനെ എഴുതാന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണ്ടേ? ആരൊക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ വെറുതെ സമയം കളയുന്നതാണോ? ആരെയും ചെയ്തിട്ടുണ്ടോ? മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ ആ ഇക്വേഷന്? എന്തായാലും ട്രൈ ചെയ്യണം. സി എങ്ങനെയാണ് വരിക എൻ്റെ സ്റ്റാർട്ടിങ് എഴുതിയിട്ട് ഞാൻ പറയാം എന്താണ് എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ. സോ യു ഹാവ് ടു റെപ്രസെന്റ് ദ മെട്രിക്സ് ആസ് എപ്സിലോൺ എക്സ് എക്സ്. എനിക്ക് സ്ട്രെയിൻ ആ കാണേണ്ടത് എപ്സിലോൺ വൈ വൈ ആൻഡ് ഗാമ എക്സ് വൈ അല്ലെ. സോ ഇൻ മെട്രിക്സ് ഫോം സോ യു വിൽ ഗെറ്റ് എ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഹിയർ ഇൻടു എന്തുണ്ട് ഈ എൻറ്റയർ സാധനത്തിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് എൻറ്റയർ സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? സോ എപ്സിലോൺ എക്സ് എസ് എപ്സിലോൺ വൈ വൈ ഗാമ എക്സ് വൈ. സോ ഇതിന്റെ കറസ്പോണ്ടിങ് വേരിയബിൾസ് u1 u2 u3 v1 v2 v3 ആണ് അല്ലെ. സോ ഐ ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് u1 v1 u2 v2 u3 v3. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഫില്ല് ചെയ്തേ. ഡോ n1 by ഡോ y. ഡോ n1 by ഡോ y. ഫസ്റ്റ് വൺ എപ്സിലോൺ എക്സ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സർ ഡോ n1 by ഡോ y. ഡോ വൈ ആണോ? നമുക്കൊന്ന് നോക്കാലോ. ഇവിടെ നോക്കാം. എപ്സിലോൺ എക്സ് എക്സ് കണ്ടോ? സോ എൻ്റെ ഫസ്റ്റ് ടേം u1 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. എൻ്റെ ഫസ്റ്റ് ടേം u1 ആണ്. സോ u1 എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 ആണ്. ശരിയല്ലേ? അല്ലേ? അപ്പൊ എന്തായി? എനിക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? ആ ഫോമിൽ കിട്ടണം. ശരിയല്ലേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 ആണ്. ശരിയല്ലേ? അപ്പൊ ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് എന്താവും? ഞാനിങ്ങനെ റോൾ എക്സ്പാൻഡ് ചെയ്യാൻ ഡോ u1 ഇൻറ്റു ഡോ n1 ബൈ ഡോ എക്സ് എന്ന് വരും. സോ ഇനി നോക്കാം എപ്സിലോൺ എക്സ് എക്സിന്റെ കേസ് ഞാൻ ഫസ്റ്റ് ലെയർ ഞാൻ കാണിച്ചു തരാം. സോ എഗെയിൻ അടുത്ത എന്താ? ഇത് u2 ആണ്. ഓക്കെ, എപ്സിലോൺ എക്സ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എപ്സിലോൺ എക്സ് എക്സിന്റെ ഇക്വേഷൻ ആണ് എനിക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അല്ലെ. സോ എപ്സിലോൺ എക്സ് എക്സ് ഞാൻ പറയുകയാണെങ്കിൽ എന്ത് വരും? എങ്ങനെ വരാം? എപ്സിലോൺ എക്സ് എക്സ് എന്താ? എപ്സിലോൺ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് u1 ഡോ ബൈ ഡോ n1 ബൈ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താണെങ്കിൽ ഡോ n1 ബൈ ഡോ എക്സ് ഇൻറ്റു u1 പ്ലസ്
dou n2 by dou x into u2 plus dou n3 by dou x into u3. Okay, so ഇതൊന്ന് ഈ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും കുറച്ച് മാറ്റിയതാ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. dou n1 by dou x u1 plus 0 into v2 plus dou n2 into dou x into u2 plus 0 into v2 plus dou n3 by dou x into u3 plus 0 into v3. Okay, ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ടേമെല്ലാം 0 ആണ്. v1 sorry v1 v2 v3 അല്ലെ, എഴുതിക്കൂടെ? തെറ്റുണ്ടോ? മനസ്സിലായോ എന്താ ചെയ്തത്? എനിക്കിങ്ങനെ ഒരു Yes, sir. 3 ടേമിന് അഡീഷണൽ കൊണ്ടുവന്നു. അപ്പൊ ഇനി എനിക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, ശരിയല്ലേ? എന്താണ് വരിക? സോ മൈ ഫസ്റ്റ് ടേം ഇസ് dou n1 by dou x, സെക്കൻഡ് ടേം എന്താ 0, തേർഡ് dou n2 by dou x, അടുത്ത ടേം എന്താ 0, dou n3 by dou x, and the last term is space എടുക്കാം, dou n3 by dou x 0. ശരിയല്ലേ? 6 ടേംസ് വരും. സിമിലർലി എപ്സിലോൺ വൈ വൈ എങ്ങനെ വരിക നോക്കിയേ? 0 0 dou n1 by dou y dou n1 by dou y exactly 0 0 dou n2 by dou y dou n2 by dou y exactly and 0 0 dou n3 by dou y. dou n3 by dou y exactly correct. Now similarly ഇനി എന്ത് ചെയ്യാം? ലാസ്റ്റ് ടേം ഗാമ എക്സ് പൈ ഇവിടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഗാമ എക്സ് പൈന്റെ കേസ് എന്തൊക്കെയാ വന്നേ? ഡോ യു ബൈ ഡോ കുറെ ടേംസ് ഉണ്ട്. u1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ഉണ്ട്, u2 കറസ്പോണ്ടിങ്, u3 കറസ്പോണ്ടിങ് ഉണ്ട്, v1 v2 v3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഓരോ ടേം ആയിട്ട് വലിച്ച് Low. u2 dou n3 by dou y into u3 അല്ലെ? സോ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് അങ്ങനെ ടേം വരും അല്ലെ? സോ ഇതിവിടെ Sir, voice better. ഓക്കെ 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 നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? Yes, sir. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് അതേപോലെ എക്സ്പ്രസ് ചെയ്ത് എഴുതാം. സോ ഡോ എൻ വൈ സിമിലർലി അടുത്ത ടേം വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ? ഡോ എൻ വൺ ബൈ ഡോ എക്സ് ഇൻറ്റു വി വൺ ആണ് അല്ലേ? സർ ഹലോ ഹലോ ഹലോ
Hello. Hello. സാർ ലെഫ്റ്റായി. ഗംഗ മറ്റേ ഹലോ പറ. മറ്റേ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്. നേരത്തെ കട്ടായി പോനോ? ആ സാർ. ഹലോ. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയാം. നമുക്ക് ഇന്ന് അതൊന്ന് തീർക്കണം. വാല്യൂസ് ഞാനൊരു പ്രോബ്ലം കൂടെ തീർക്കാനുള്ള പ്ലാനിട്ടാണ് വന്നത്. എല്ലാം കൂടെ പോട്ടെ, നോക്കാം. സോ ഇവിടെ എത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോ എൻ വൺ ബൈ ഡോ എക്സ് എങ്ങനെ വന്നു? ഡോ എൻ ടു ബൈ ഡോ എക്സ് ഈ ടേംസ്. യെസ്, കേട്ടിരുന്നോ? ഇല്ല സാർ. ഓക്കെ, സോ പറയാം. സോ ഈ ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നൗ ഇനി എന്ത് വേണം? n1 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ ആണ് അല്ലെ? സോ n1 വാല്യൂ നമുക്കറിയാം ഇവിടെ ഉണ്ട് അല്ലെ? സി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാണ് n1 എന്താണ്, n2 എന്താണ്, n3 എന്താണെന്നൊക്കെ. സോ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഡോ n1 ബൈ ഡോ എക്സ് എടുക്കുക, ഡോ n2 ബൈ ഡോ എക്സ് എടുക്കുക, ഡോ n3 ബൈ ഡോ എക്സ് എടുക്കുക. സിമിലർലി ഡോ n1 ബൈ ഡോ y എടുക്കുക, ഡോ n2 ബൈ ഡോ y എടുക്കുക, ഡോ n3 ബൈ ഡോ y എടുക്കുക. എടുക്കുകയാണെങ്കിൽ ഡോ n1 ബൈ ഡോ എക്സ് എടുക്കുകയാണെങ്കിൽ സി ടേം എല്ലാം പോകും. ഓക്കെ, കാരണം ഇത് x2 y3 ഇതൊക്കെ പോയിന്റ്സ് ആണ് അല്ലെ? സോ ഇതൊക്കെ എലിമിനേറ്റ് ആവും. ആകെ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുക, ഇത് രണ്ടും മാത്രമേ ഉണ്ടാവുക. ഡോ n1 ബൈ ഡോ എക്സ് എടുത്താൽ, ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ഡോ n1 ബൈ ഡോ എക്സ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് വരും, എക്സ് ഇൻറ്റു y2 മൈനസ് y3 എന്ന ടേം വരും. അത് എടുക്കുകയാണെങ്കിൽ എന്താവും? y2 മൈനസ് y3 എന്ന് കിട്ടും. ബാക്കി ടേംസ് ഒക്കെ പോകും. ഓക്കെ, സിമിലർലി ബാക്കിയുള്ള കേസുകളും ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടിയ റിസൾട്ട് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത്രയാണ് വരിക. ഓരോന്നിന്റെ എടുത്തു കഴിഞ്ഞാൽ ഡോ n1 ബൈ ഡോ എക്സ് ഇതാണ്, ഡോ n2 ബൈ ഡോ എക്സ് ഇതാണ്, ഡോ n3 ബൈ ഡോ എക്സ് ഇതാണ്. സിമിലർലി ഡോ n1 ബൈ ഡോ y ഇതാണ്, ഡോ n2 ബൈ ഡോ എക്സ് ഇതാണ്. സോറി, ഡോ n1 ബൈ ഡോ n2 ബൈ ഡോ y, ഡോ n3 ബൈ ഡോ y. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കാൻ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ? ഇത് 2 3 എന്നുള്ളതാണ്, ഇത് 3 2 ആവും. എക്സിന്റെ കേസിൽ 3 2 ആവും. 3 1 1 3 1 2 2 1. ഓക്കെ, സോ ഇത്തരം ഫോമിൽ വരും. സോ ഫൈനൽ ഫോം ഇങ്ങനെയാണ് വരിക. ഇതെല്ലാം ഞാൻ ഈ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. 1 ബൈ 2a, എല്ലാത്തിനും ഡിനോമിനേറ്റർ 2a കോമൺ ആയതുകൊണ്ട് ഞാൻ 2a വെളിയിൽ എടുക്കുകയാണ്. സോ ദാറ്റ് വിൽ ഗീവ് മീ y2 മൈനസ് y3 0, y3 മൈനസ് y1 0, y1 മൈനസ് y2 0. അടുത്ത റോ 0, x1 മൈനസ് x2 0, x1 minus x3 0, x2 minus x1. Now similarly, last term x3 minus x2, y2 minus y3, x1 minus x3, y3 minus y1, x2 minus x1, and the last one y1 minus y2 into
U1, V1, U2, V2, U3, V3. ഇതാണ് നിങ്ങളുടെ ഫൈനൽ സ്ട്രെയിൻ മെട്രിക്സ്. ഓക്കെ, റൈറ്റ്, ഇതൊന്ന് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് യുവർ B മെട്രിക്സ്. ഓക്കെ, സ്ട്രെയിൻ മെട്രിക്സിന്റെ സ്ട്രെയിൻ സോൾവ് ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ മെത്തേഡ്. ഓക്കെ, y2 മൈനസ് y3 കാണാമല്ലോ അല്ലേ? y2 മൈനസ് y3 0, y3 മൈനസ് y1 0, y1 മൈനസ് y2 0, 0 x1 മൈനസ് x2 0, x1 മൈനസ് x3 0, x2 മൈനസ് x1. സിമിലർലി ലാസ്റ്റ് x3 മൈനസ് x2, y2 മൈനസ് y3, x1 മൈനസ് x3, y3 മൈനസ് y1, x2 മൈനസ് x1, y1 മൈനസ് y2. ഇത് നമ്മൾ ബോട്ടമിലേക്ക് വരാണെങ്കിൽ ഇത് ഓർത്തെടുക്കാൻ ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. ഏതാണ്ട് ഓക്കെ, ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് 2 3 അല്ലെ? y2 മൈനസ് y3. പിന്നെ ഈ 3 എന്നാണ് ഇവിടെ തുടങ്ങുന്നത്. 0 3 എന്നാണ് തുടങ്ങുന്നത്. x3 മൈനസ് x2 അഗൈൻ 0, x1 മൈനസ് x2 ഇവിടെ y2 എന്ന് തുടങ്ങും. ഓക്കെ, y2 മൈനസ് y3. സിമിലർലി y3 മൈനസ് y1 യെസ് 0, x1 മൈനസ് x3, x1 മൈനസ് x3, y3 മൈനസ് y1, y1 മൈനസ് y2, x2 മൈനസ് x1, x2 മൈനസ് x1, y1 മൈനസ് y2. ഓക്കെ, സോ എന്തെങ്കിലും രീതിയിൽ ഇത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, സോ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇത് ആവശ്യം വരും. ഓക്കെ, ഇതല്ലാതെ വേറൊരു ഷേപ്പ് ഫംഗ്ഷൻ മെത്തേഡ്, വേറെ ഒരു ഐസോ പാരാമെട്രിക് മെത്തേഡ് കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതിൽ ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് കാണാൻ അതാണ് എളുപ്പം. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, പക്ഷെ ഞാൻ പറയാം. റൈറ്റ്, ഓക്കെ അല്ലേ? Yes, sir. Okay, so this B is the strain displacement. So this entire form, so this so this entire form is something like this. Strain is equal to some B matrix into the displacement matrix. So displacement matrix U. Okay, so ഇതിനാണ് നമ്മൾ strain displacement matrix എന്ന് പറയും. Displacement matrix for CST element. Okay, right. So ഇനി ലാസ്റ്റ് നമുക്കിപ്പോ എന്തൊക്കെയായി? നമ്മള് പിന്നെ ആദ്യം നമ്മൾ ഓരോ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തി. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ ചെയ്തേ. ഞാൻ അതിലേക്ക് വരാം. ഒരു 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിന് നമ്മൾ ആദ്യം ഒരു 2 ഡയമെൻഷണൽ ആക്കി മാറ്റി. എങ്ങനെ? പ്ലെയിൻ സ്ട്രെസ് ഓർ പ്ലെയിൻ സ്ട്രെയിൻ അസംഷനിലൂടെ ഒരു 2 ഡയമെൻഷണൽ പ്രോബ്ലം ആക്കി മാറ്റി. ആ 2 ഡയമെൻഷണൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ട മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിമ്പിൾ ട്രയാങ്കുലർ എലമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, CST എലമെന്റ്. സോ ഈ CST എലമെന്റിന്റെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഫോം ആണ്. എന്ന് വെച്ചാൽ ഈ 3 ഡയമെൻഷണൽ എലമെന്റിന്റെ ഒരു പിന്നെ അതിന്റെ ഒരു CST എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇനീഷ്യലി നമ്മൾ എന്ത് കണ്ടെത്തി? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് U1, U2, U3 എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നോക്കി. U1, U2, U3 അതുപോലെ V ഡയറക്ഷനിലെ V1, V2, V3 എങ്ങനെ കണ്ടെത്താം എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യത്തെ ചോദ്യം. ഓക്കെ, സോ അതിനുള്ള ഒരു ഫോം നമ്മൾ കണ്ടെത്തി. അതിനുവേണ്ടി നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചു. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. സോ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സ്ട്രെയിൻ കണ്ടുപിടിക്കുകയാണ്. സോ ഈ ഒരു ഫോം യൂസ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ദ സ്ട്രെയിൻ. ഓക്കെ, ഇനി ഈ സ്ട്രെയിൻ അറിയാമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ സ്ട്രെസ്. ഓക്കെ, സോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ അഡ്വാൻസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തന്നെ ഉണ്ട്. സ്ട്രെയിൻ മെട്രിക്സിന്റെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് അവിടെ പഠിക്കേണ്ടതായിരുന്നു. ഇവിടെ നമുക്ക് അത്രത്തോളം അതിന്റെ ഡെറിവേഷൻ പോയിന്റ് ഓഫ് വ്യൂല് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം, കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അതിന്റെ റിലേഷൻഷിപ്പിലേക്ക് പോകാം. സോ യുവർ ഫൈനൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഫോർ എൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ യുവർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലെ? സോ അതേ കാര്യം തന്നെയാണ്. അതൊരു 1 ഡയമെൻഷനിലെ കേസിൽ നമുക്കൊരു സിംഗിൾ സിഗ്മ സ്ട്രെസ് ഇസ് ഈക്വൽ ടു
യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന ഫോമിൽ കിട്ടും ഒരു 1 ഡയമെൻഷനിലെ കേസിലാവും. ഓക്കെ, പക്ഷെ അതൊരു 3 ഡയമെൻഷനിലെ കേസിലേക്ക് വരുമ്പോൾ ദ ഇക്വേഷൻ ആക്ച്വലി ബിക്കംസ് എ മോർ കോംപ്ലിക്കേറ്റഡ് വൺ. ഹുക്സ് ലോന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ദ ഇക്വേഷൻ ഇസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, യു ഹാവ് എ 6x6 സ്റ്റിഫ്നെസ് മാട്രിക്സ് വരും. ഓക്കെ, സോ ഇതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ദിസ് ഇസ് സിഗ്മ xx, sigma yy, sigma zz, tau xy, tau yz, tau zx. Okay, ഇതാണ് സ്ട്രെസ് മെട്രിക്സ് ഈക്വൽ ടു എന്തൊക്കെ വരും? 1 മൈനസ് ന്യൂ ഇൻറ്റു ന്യൂ 0 0 0 ന്യൂ 1 മൈനസ് ന്യൂ 0 0 0 ന്യൂ 1 minus ന്യൂ 0 0 0 again 0 0 1 minus 2 ന്യൂ 1 minus 2 0 0 0 0 0 1 minus 2 ന്യൂ 0 0 0 0 0 0 1 minus 2 ന്യൂ 0 sorry 1 minus 2 ന്യൂ by 2 ഉണ്ട് by 2 0 0 0 0 0 0 1 minus 2 ന്യൂ by 2. Okay, into epsilon xx, epsilon yy, epsilon zz, gamma xy, gamma yz, gamma zx. Okay, so this is the stress strain relationship or Hooke's law in the form ആണ് 3-dimensional form. Right, so നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ട് തന്നെ ഉണ്ടാവും. റൈറ്റ് അല്ലേ? ശരിയല്ലേ? സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് അല്ലേ? പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നില്ലേ? ഇല്ലടാ. Yes, sir. Yes, sir. Yes, sir. അല്ലെങ്കിൽ അത് എന്തെങ്കിലും വന്നിട്ടൊക്കെ ബ്രഷപ്പ് ചെയ്യാം. ഓക്കെ, എംഎസിന്റെ നോട്ട്സ് എടുത്ത് നോക്കുക, അതിലുണ്ടാവും. ഓക്കെ, സോ ഒരു 3-dimensional കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ന്യൂ ഈസ് യുവർ പോയ്സോൺ സൊല്യൂഷൻ. ഓക്കെ, using this relationship you can solve for stresses. കാരണം ഇതിലെ സ്ട്രെയിൻ വാല്യൂസ് നമുക്ക് കിട്ടും. ഈ മാട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ you can easily get the stress value. Okay, now here ഇവിടെ നമ്മൾ ഇതൊരു 3-dimensional കേസാണ്, പക്ഷെ നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്ത് 2-dimensional ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഞാൻ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ഉള്ള രീതിയിൽ എഴുതിയാണ്. സോ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ്, ഒന്ന് പ്ലെയിൻ സ്ട്രെസ്സും പ്ലെയിൻ സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് പ്ലെയിൻ സ്ട്രെസ്സിന്റെയും പ്ലെയിൻ സ്ട്രെയിന്റെയും ഫോം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫോർ പ്ലെയിൻ സ്ട്രെസ് എന്തൊക്കെയായിരിക്കും? ബാക്കി വാല്യൂസ് എല്ലാം അത് റിമൂവ് ചെയ്ത് കളയാം. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ നമുക്കറിയാം യുവർ സിഗ്മ zz is equal to tau zx is equal to tau zy is equal to 0 ആണ് അല്ലെ? Z-ന്റെ സ്ട്രെസ് കോമ്പണൻസ് എല്ലാം 0 ആണ്. അപ്പൊ ബാക്കി എല്ലാ എലമെന്റ്സും പോകും. സോ അതുകൊണ്ട് തന്നെ യുവർ പ്ലെയിൻ സ്ട്രെസ് ഇക്വേഷൻ വിൽ ബോയിൽ ഡൗൺ ടു സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എടുക്കുമ്പോൾ ആ ഒരു 6x6 മാട്രിക്സ് തന്നെ റെഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരും. സിഗ്മ x സിഗ്മ y ബൈ tau xy ഈക്വൽ ടു ഇതിനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ വരും. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷന്റെ ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ 1 മൈനസ് ന്യൂ സ്ക്വയർ ഇൻറ്റു 1 ന്യൂ 0 ന്യൂ 1 0 0 0 1 minus nu by 2 into strain matrix, that is epsilon xx, epsilon yy, gamma xy. അപ്പോൾ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു 3x3 മാട്രിക്സ് സോൾവ് ചെയ്താൽ മതി ഇതിന്റെ ഫൈനൽ സ്ട്രെസ് വാല്യൂസ് കിട്ടാൻ. ഓക്കെ, നൗ സിമിലർലി ഫോർ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ, there is a plane strain condition. അങ്ങനെയാണെങ്കിൽ
സ്ട്രെസ് മാട്രിക്സ് ഈ ഒരു മാട്രിക്സിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, സോ കോമ്പാക്റ്റബിലിറ്റി ഇതിനാണ് നമ്മൾ നോർമലി ഇതിനെ പറയുന്നത് ഡി മെട്രിക്സ് എന്നാണ്. ഓക്കെ, സോ ഇതിനെ ഡി മെട്രിക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡി മെട്രിക്സ് ആണ് ചേഞ്ച് വരിക, ബാക്കിയൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഫൈനൽ മെട്രിക്സ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. യു ആർ സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ tau xy equal to E divided by 1 plus nu into 1 minus 2 nu into 1 minus nu 0 nu 1 minus nu 0 0 0 1 minus 2 nu by 2 into epsilon xx epsilon yy gamma xy. Okay, so ഇതാണ് പ്ലെയിൻ സ്ട്രെയിനിന്റെ ഫോം. ഇത്രയാണ് ഒരു CST എലമെന്റ് കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും ഓക്കെ നോട്ട് ചെയ്തോ. കഴിഞ്ഞോ? Sir. ഓക്കെ, അപ്പോ ഇതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട. കുറെ ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ ആ ഇക്വേഷൻസ് അത് ഓർത്തെടുക്കാൻ പറ്റണം. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ആ ഇക്വേഷൻസ് വാല്യൂസ് അറിയാമെങ്കിൽ, ഈ ഇക്വേഷൻ ഫോം അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ ഇതിന്റെ അടുത്തൊരു പാരാമെട്രിക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതിലാകുമ്പോൾ ചില പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഞാൻ പറയാം. നെക്സ്റ്റ് ഡേയില് നാളെ ഇപ്പൊ എനിക്ക് അവറില്ല, പക്ഷെ ഞാൻ നാളെ ഏതെങ്കിലും ഒരു അവർ എടുക്കും കേട്ടോ. ഏതെങ്കിലും ഒരു അവർ ഞാൻ എൻഗേജ് ചെയ്യും, കാരണം ഇന്ന് ഞാൻ ആ പ്രോബ്ലം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു, അത് നടന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നാളത്തേക്ക് വരുമ്പോഴേക്ക് അത്രയും കാര്യങ്ങൾ വെക്കണം. ഓക്കെ, പറയാം. സോ ഇവിടുത്തെ എൻറ്റയർ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ആദ്യം നമുക്ക് ഒരു ആക്ച്വൽ 3 ഡയമെൻഷണൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിനെ നമ്മളൊരു 2 ഡയമെൻഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെ? യൂസിങ് അസ്യൂമിങ് ഇറ്റ് ആസ് എ പ്ലെയിൻ സ്ട്രെസ് ഓർ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആക്കിയിട്ട്. ഓക്കെ, കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് 3 ഡയമെൻഷൻ പ്രോബ്ലം ആസച്ച് ചെയ്യാതെ. കാരണം ഒരു 3 ഡയമെൻഷൻ പ്രോബ്ലം ആണെങ്കിൽ അത് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്ന ഈക്വേഷൻസ് അല്ലെങ്കിൽ ആ മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിരിക്കും. അത്രയും വലിയൊരു മെട്രിക്സിനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്, ചിലപ്പം അത് നടക്കുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം പ്രോബ്ലംസിനെ 2 ഡയമെൻഷണൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇനി പ്ലെയിൻ സ്ട്രെസ്സോ പ്ലെയിൻ സ്ട്രെയിനോ ആക്കി മാറ്റിയതിന് ശേഷം, പക്ഷെ ഇവിടെയും കഴിയുന്നില്ല അല്ലെ. പ്ലെയിൻ സ്ട്രെസ്സോ പ്ലെയിൻ സ്ട്രെയിനോ ആക്കുമ്പോൾ പ്രോബ്ലം ഒന്ന് ചെറുതായി കിട്ടും. ഇനി ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാധനത്തെ അനലൈസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കോംപ്ലിക്കേറ്റഡ്, സോ ഇത്തരം പൈപ്പിന്റെ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യണമെങ്കിൽ, 3 ഡയമെൻഷണൽ ആയിട്ട് ഒരു പൈപ്പിനെ അനലൈസ് ചെയ്യണമെങ്കിൽ, അത് ഞാൻ ഇനി എന്താക്കി, ഇതിനെ 2 ഡയമെൻഷണൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു പ്ലെയിൻ സ്ട്രെയിൻ ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ഡയമെൻഷണൽ ആയിട്ട് കിട്ടും. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് വേണം? ഞാൻ ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള വളരെ മൈന്യൂട്ട് എലമെന്റ്സ് ആയിട്ട് ഇതിനെ മെഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇത്തരത്തിൽ ഇതിനെ ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഫൈൻ. സോ ഇതിനെ എന്റെ ഫുൾ ത്രൂ ഔട്ട് ഇത്തരത്തിലുള്ള എലമെന്റ്സ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, okay, so ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് വിൽ ടേക്ക് പ്ലേസ്. ഓക്കെ, നൗ ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഈ ഒരു CST എലമെന്റ് ഒരു സിംഗിൾ എലമെന്റ് അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പിന്നീട് ശ്രമിച്ചത് അല്ലെ. സോ ഒരു പ്ലെയിൻ സ്ട്രെയിനിന്റെ കേസിൽ, സോ ഇതിന്റെ കേസിൽ നമുക്കറിയാം, ഇതിന്റെ കേസിൽ നമുക്ക് 3 നോഡാണ് ഉള്ളത്. ഓക്കെ, അതിൽ ഓരോ നോഡിനും 2 ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും. എവിടെയും എക്സും വൈ. ഓക്കെ, എന്ന് വെച്ചാൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടായിരുന്നു അല്ലെ. എൻറ്റയർ ഈ ഒരു സിസ്റ്റത്തിന് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, നൗ ഇതിനെ സോ ഇതൊരു സിംഗിൾ എലമെന്റ് ആണ്. അപ്പൊ ഇപ്പം ഇതിന്റെ എക്സ് ആക്സിസിൽ U1 ആണ് ഡിസ്പ്ലേസ്മെന്റ്, വൈയിൽ V1, U2 V2, U3 V3 എന്നുള്ളതായിരുന്നു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് വന്നത്. ഓക്കെ, നമ്മളപ്പോ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതായിരുന്നു, ഈ U1 എന്താണ്,
V1 എന്താണ്, U2 എന്താണ്, V2 എന്താണ്, U3 എന്താണ്, V3 എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക ചെയ്തത് അല്ലെ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തേ, ഒരു ഷേപ്പ് ഫംഗ്ഷന്റെ കാര്യങ്ങളിലേക്ക് വന്നത് അല്ലെ. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായി, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു, യുനെ N1 U1 പ്ലസ് N2 U2 പ്ലസ് N3 U3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് 3 ഷേപ്പ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ ഇതിന്റെ ഈ എൻഡ് കോർഡിനേറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇത് x1 y1, ഇത് x2 y2 x3 y3 ആണെങ്കിൽ അതിന്റെ ടേംസിൽ എന്ത് ചെയ്തു, ഈ ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. N1 എന്താണെന്നും N2 എന്താണെന്നും N3 എന്താണെന്നും ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ആയാൽ തന്നെ നമുക്ക് എന്തായി, ഓരോ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ അകത്തുള്ള ഏത് പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്തരം ഒരു ഫോമിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടെത്തി. ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടെത്തിയതിന് ശേഷം എന്താ ചെയ്തേ, ഡിസ്പ്ലേസ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, സ്ട്രെയിൻ കാണാം. ഓരോ പോയിന്റിലും ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ സ്ട്രെയിൻ കാണാൻ ബുദ്ധിമുട്ടില്ല. സ്ട്രെയിൻ കാണാനും ഇതേപോലെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് കണ്ടെത്തി. ഓക്കെ, സ്ട്രെയിൻ എല്ലാ വാല്യൂസ് പോയിന്റ്സിലും സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് കണ്ടുപിടിക്കല് ഇതിൽ തന്നെ നമുക്ക് സ്ട്രെസ് വാല്യൂസ് ഡിറൈവ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അത്യാവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ട് ഒരു പ്രോബ്ലം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിൻ സംഗതികൾ ഇതൊക്കെയാണ്. ഒന്ന്, ഷേപ്പ് ഫംഗ്ഷന്റെ ഈക്വേഷൻ കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, ഇതാണ് ഷേപ്പ് ഫംഗ്ഷൻ. N1 എന്താണെന്നും N2 എന്താണെന്നും N3 എന്താണെന്നും പ്രോപ്പർ ആയിട്ട് അറിയണം. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാവുന്ന കാര്യമുള്ളൂ. U of x y equal to N1 U1 plus N2 U2 plus N3 U3 എന്നുള്ളത്. ഓക്കെ, സോ അത് ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ്. സോ അൾട്ടിമേറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട മെയിൻ 3 കാര്യങ്ങൾ, ഒന്ന് N1 എന്താണ്, N2 എന്താണ്, N3 എന്താണ് ഫോർ എ ഐസോപാരാമെട്രിക് ട്രയാങ്കുലർ, സോറി ഫോർ എ CST എലമെന്റ്. ഓക്കെ, N1 N2 N3. ഓക്കെ, നൗ അത് അറിഞ്ഞാൽ പിന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു സാധനം ഇതാണ് സ്ട്രെയിൻ മെട്രിക്സ്, ഈ ഫൈനൽ സാധനം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ സ്ട്രെയിൻ എപ്സിലോൺ എക്സ് എക്സ് എപ്സിലോൺ വൈ വൈ ഗാമ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ് 1/2 ഓഫ് ദിസ് മെട്രിക്സ് ഇൻടു U1 V1 U2 V2 U3 V3 എന്നുള്ള ഈ ഒരു ഫോം ഇതും അറിഞ്ഞിരിക്കണം. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെയിൻ കാണണമെങ്കിൽ എനിക്ക് ഈ ഒരു ഫോമിലെ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് സ്ട്രെയിൻ വാല്യൂസ് കണ്ടെത്താൻ പറ്റൂ. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം ഇത് x1 y1 x2 y2 x3 y3 തന്നിട്ടുണ്ടാവും, റൈറ്റ്. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണുകയും കൊണ്ട് ജസ്റ്റ് സോൾവിങ് പർപ്പസിൽ നോക്കുമ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്ര മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. ഓക്കെ, സോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിച്ച് അവർ കണ്ടീഷൻ, നമ്മൾ എന്ത് കണ്ടീഷൻ എടുക്കുന്നത്, പ്ലെയിൻ സ്ട്രെസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലെയിൻ സ്ട്രെയിൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ക്യാൻ ഫൈൻഡ് ദ സ്ട്രെസ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ ഏതാണ്ട്? ഓക്കെ, അപ്പൊ എന്തൊക്കെ വേണം, ഷേപ്പ് ഫംഗ്ഷന്റെ 3 ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, N1 N2 N3. സ്ട്രെയിൻഡ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എപ്സിലോൺ എക്സ് എക്സ് എപ്സിലോൺ വൈ വൈ ഗാമ എക്സ് വൈ എന്നുള്ള അതിന്റെ ആ മെട്രിക്സ് ഫോം അറിഞ്ഞിരിക്കണം. പിന്നെ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആണെങ്കിൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ അറിയണം, പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ ആണെങ്കിൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയണം. ഓക്കെ, ക്ലിയർ, റൈറ്റ്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ നാളെ പുറത്ത് വെച്ചിട്ട് വരാം. പിന്നെ നാളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു ട്രയാങ്കുലർ എലിമെന്റ് ഇൻ ബിറ്റ്വീനിൽ ഒരു പോയിന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് N1 ആണ്, ഇത് N2 N3 എന്നുള്ള 3 നോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ബേസിക് നമുക്ക് അറിയാവുന്ന പ്രിൻസിപ്പിൾസ് ബേസിക് എങ്ങനെ കാണാം. അത് തന്നെ 2 രീതിയിൽ കാണാം. ഞാൻ പറഞ്ഞ പോലെ ഐസോപാരാമെട്രിക് എന്നുള്ള ഒരു ഫോം വെച്ചിട്ട് കാണാം. അപ്പൊ അത് എന്താണ് ഐസോപാരാമെട്രിക് ഫോം എന്നുള്ളത് അറിയണം. സോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നാളെ എന്നെ എക്സ്പെക്ട് ചെയ്തോ, ഞാൻ നാളെ ഏതെങ്കിലും അവരുടെ ബുക്ക് വരും. അതുപോലെ നമുക്ക് 9th ഉള്ളിൽ തീർക്കേണ്ടതാണ്. പറ്റാത്ത പ്രോബ്ലം നോക്കിയിട്ട് തീർക്കാം. പിന്നെ എങ്ങനെയായിരിക്കും ഉണ്ടാവും എനിക്കറിയില്ല. ഓക്കെ, ഫൈൻ. ആരൊക്കെ ആബ്സെന്റ് ഉള്ളത്? നിങ്ങൾ കുറച്ച് നല്ല